ഞാൻ കഴിഞ്ഞ 21 വർഷമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാൻ ഗൾഫിൽ ജോലിയിലായിരുന്നു. ജോലി രാജിവെച്ച് 2001 കർത്താവ് എനിക്കൊരു പേഴ്സണൽ എൻകൗണ്ടർ ഒമാനിൽ വെച്ച് തന്നു. അന്ന് കർത്താവ് എന്നോട് ഇടപെട്ടത് റിവൈവൽ എന്നൊരു വാക്കാണ്. അന്ന് മുതൽ ദേശങ്ങളെ ഇൻ്റർസീഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൃപ കർത്താവ് എനിക്ക് പേഴ്സണലി തന്നു. ജോലി രാജിവെച്ച് നാട്ടിൽ വന്നിട്ടും ഇന്ത്യ എല്ലാം കവർ ചെയ്ത് പ്രാർത്ഥിച്ചു. ചേർച്ച് 2012 കർത്താവ് ഹോപ്പ് എന്നൊരു വാക്ക് എനിക്ക് തന്നു. അതിൻ്റെ ആ ഒരു വിഷനിൽ ഞാൻ എറണാകുളത്ത് ഹൗസ് ചർച്ചായിട്ട് ഞങ്ങളൊന്ന് തുടങ്ങിയായിരുന്നു. ആ സമയങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് കേരളത്തിലെ എല്ലാ താലൂക്കുകൾ, എല്ലാ ഡിസ്ട്രിക്റ്റുകളിൽ പോയി പ്രാർത്ഥിക്കണമെന്നൊരു ഭാരം വന്നപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഞാൻ ഈ 20 വർഷ ശുശ്രൂഷയിൽ കാലഘട്ടത്തെക്കുറിച്ചും സഭകളെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചും തത്തുല്യമായ നിലവാരത്തിൽ ആത്മഭാരം പുലർത്തുന്ന ദൈവദാസന്മാരെ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. പ്രിയ സാം പാസ്റ്ററെ, ദൈവത്തിൻ്റെ സാധാരണ ദയയാൽ എനിക്ക് കണക്റ്റ് ആകാൻ ദൈവം കൃപ ചെയ്തു. എന്നെ കണ്ട നാൾ മുതൽ കർത്താവിൻ്റെ ദാസനെ സ്നേഹിക്കുകയും ഞങ്ങൾ സഭയായിട്ടൊരു ടീമായിട്ട് ഇവിടെ ഒരിക്കൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ സഭ നിങ്ങളിൽ പലരും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ട്രിവാൻഡ്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതൊരു ചെറിയ തുടക്കമായിരുന്നു. ഞങ്ങൾ പിന്നെ ദൈവം കൃപ ചെയ്ത ഞങ്ങൾ ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. 2017 ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പറഞ്ഞു, മിഡിൽ ഈസ്റ്റിൽ ഇസ്ലാമിക് നേഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭ സ്റ്റെപ്പ് എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 40-ൽ താഴെ മെമ്പേഴ്സേ ഉള്ളൂ. ഞങ്ങളിൽ പലരും വിശ്വാസത്തിന് സ്റ്റെപ്പ് എടുത്ത് മിഡിൽ ഈസ്റ്റിൽ UAE ചെന്നു. അവിടുത്തെ 7 എമിറേറ്റ്സിലും പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ 2022 വരെ അങ്ങനെ പ്രാർത്ഥന നടത്തി വരുമ്പോൾ 22 ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ദേശത്ത് ഒരു അഗ്നി ഇറങ്ങണമെങ്കിൽ എലിയാവിൻ്റെ കാലഘട്ടത്തിൽ എലിയാവ് ദൈവമേന്ന് വിളിച്ചപ്പോൾ, യഹോവേന്ന് വിളിച്ചപ്പോൾ ഒരു അഗ്നി ഇറങ്ങാൻ കാരണം 12 കല്ലടുക്കി വെച്ചു. ചിതറിക്കിടക്കുന്ന 12 ഗോത്രങ്ങളെ ഐക്യപ്പെടുത്തുവാൻ എലിയാവിന് പറ്റത്തൊന്നുമില്ല. പക്ഷേ പ്രൊഫറ്റിക്കലി 12 കല്ലടുക്കി വെച്ചു. അവിടുന്ന് പ്രാർത്ഥിച്ചു, തീ ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ ദേശസഭകളെ കൂട്ടിയോജിപ്പിച്ച് ആത്മാവിൽ ദേശത്തിൽ പല ഡിനോമിനേഷണൽ ഡോക്ട്രിനൽ ഡിഫറൻസിൽ ജനറേഷണൽ ഡിഫറൻസിൽ സഭ ചിതറിക്കിടക്കുമ്പോൾ നമുക്കിതൊന്നും അലൈൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ യു ക്യാൻ ഡു വൺ തിങ്. ദേശസഭകളെ കൂട്ടിയോജിപ്പിച്ച് ഒരു പ്രെയർ, അപ്പർ റൂം എന്ന നിലവാരത്തിൽ ഒരു പ്രെയർ നടത്തണമെന്ന് ദൈവം ഇടപെട്ടു. ഞാൻ ആ ദർശനം പാസ്റ്ററോട് പങ്കുവെച്ചപ്പോൾ പാസ്റ്റർ UAE വന്നു, സൗദി അറേബ്യ വന്നു. നിങ്ങളിൽ പലരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 5-6 വർഷമായി 95-95ഓളം പേര് പല 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 ഘട്ടങ്ങളായിട്ട് രാജ്യങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാം. ദൈവം കൃപ ചെയ്താൽ വരുന്ന ജനുവരി വരുന്ന മാർച്ച് ഏപ്രിൽ സൗദി അറേബ്യയിൽ അടുത്ത കുറേ സ്ഥലങ്ങൾ, ജിദ്ദ, തബൂക്ക്, ജിസാൻ, നജ്റാൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. എനിക്ക് അവിടെ ആരെയും പരിചയമൊന്നുമില്ല. വിശ്വാസത്താൽ പോകുന്നു, ഡിവൈൻ കണക്റ്റഡായി കിട്ടുന്ന ഭവനങ്ങളിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ ഹോട്ടലിൽ താമസിക്കുന്നു, സഭകളെ മീറ്റ് ചെയ്യുന്നു, ഹോൾ എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് മാത്രമേ ഉള്ളൂ. ഖത്തറിലും കുവൈറ്റിലും ഒമാനിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായിരുന്നു. ഞാൻ പാസ്റ്റർ മെസ്സേജിൽ കൂടെ സൗദി അറേബ്യയിലെ ജുബൈലിൽ വന്ന സമയത്ത് അവിടെ ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം അഭിഷക്തൻ ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു വലങ്കരം എനിക്ക് വേണം, ഇനിയും വേണം. ഞാൻ ഇന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു വിവാഹത്തിന് വേണ്ടി വന്നതാണ്. ഞാൻ വന്ന് കയറിയപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അല്പസമയം വചനം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല പാസ്റ്റർ, ഞാൻ പങ്കെടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഇടപെട്ട ഒരു വചനം പറഞ്ഞ് ഞാൻ വേഗത്തിൽ അങ്ങ് ഇരിക്കാം. വായിച്ചാട്ടെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, 1-ാം അധ്യായം, അതിൻ്റെ 11-ാം അധ്യായം, അല്ലെങ്കിൽ 11-12 വാക്യങ്ങൾ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം, അതിന്റെ 11-12 വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യിരെമ്യാവേ, നീ എന്തു കാണുന്നു എന്ന് ചോദിച്ചു. ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിന്റെ ദാസൻ വചനം എടുക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ തുറന്ന മനസ്സോടെ പറയും, കർത്താവ് എന്തോ പറയണം 5 മിനിറ്റ് നിന്നാൽ, ഒരു 10 മിനിറ്റ് നിന്നാൽ പോലും എന്തെങ്കിലും നിന്റെ ഹൃദയം താപ്പാ, ഇതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എന്നോട് കർത്താവ് തന്ന ഒരു ശബ്ദമാണ്. സഭയോടും ജനത്തോടും ചോദിക്കാൻ പറഞ്ഞു, എന്താ നീ കാണുന്നേ? ഹല്ലേലൂയ. നിങ്ങളോട് തന്നെ ചോദിക്കണം, എന്താണ് ഞാൻ കാണുന്നത്? പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിൻ്റെ മുന്നിൽ ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനൊരു കാര്യം കാണിക്കുകയാണ്. ഇതെന്താ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുന്നത്? റെസ്പോണ്ട് ചെയ്തേ. കണ്ണാടി കവർ.
ചുവന്ന കവറുള്ള കണ്ണാടി കവറെന്ന് ആരെയും പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ അനുദിന ജീവിത അനുഭവങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പറഞ്ഞേ, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞതെങ്കിൽ അത് ദൈവശബ്ദമാണ്. ഒരു ഹല്ലേലൂയ ഹൃദയത്തിൽ നിന്ന് പറയാമോ? അയ്യോ, ഇത്രയും പേരും അല്ല, ഇത്രയും ഹല്ലേലൂയ അല്ല വേണ്ടത്. അയ്യോ, ഒരുമിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ സന്തോഷത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം സഭയോട് പറയുന്നൊരു കാര്യം, ഞാൻ നിന്നെ വലിയ കാര്യങ്ങൾ കാണിക്കുന്നു. ഹല്ലേലൂയ. അത് നിങ്ങൾക്കോട് ദൈവം കാണിച്ച അധിക കൃപയാണ്. പക്ഷെ കർത്താവിന് തിരിച്ചു പറയാൻ ആഗ്രഹമുണ്ട്, ഞാൻ കാണിച്ചത് നീ ഗ്രഹിച്ചു കഴിഞ്ഞു, ഞാൻ കാണിച്ചത് ശരി തന്നെ എന്ന് എനിക്ക് നിന്നെ നോക്കി പറയാൻ പറ്റി എന്ന് കർത്താവിന് പറയാൻ ആഗ്രഹമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മുന്നിലെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നമ്മൾ ദർശനങ്ങളും വെളിപ്പാടുകളും കാണാറുണ്ട്. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്, അതല്ല. ഹൗസ് ഓഫ് പ്രയറിൽ കൂടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ ദൈവം ചില സ്വപ്നങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ തലമുറകളുടെ വിഷയങ്ങളാകട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ ചലഞ്ചുകളാകട്ടെ, നിങ്ങളുടെ ഫിസിക്കൽ ചലഞ്ചുകളാകട്ടെ, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഹൗസ് ഓഫ് പ്രയർ എന്ന് പറയുന്ന കൊച്ചു കൂട്ടത്തിൽ കൂടെ യേശുക്രിസ്തു ഈ ഭൂമിയുടെ അറ്റത്തോളം പിതാവിൻ്റെ രാജ്യത്തെ ആമേൻ സ്ഥാപിതമാക്കുവാൻ യേശു വെറും 12 പേര് കൂടെ സ്വപ്നം കണ്ടുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതലാ അല്ലേ? അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിനകത്ത് ആമേൻ കർത്താവിന് നിങ്ങളെ കൊണ്ടൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ സ്ട്രീറ്റിൽ ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ആമേൻ. നമ്മൾ ഈ ഇന്നലത്തെ ഇലക്ഷനുള്ള പഞ്ചായത്ത്, വാർഡ്, നമ്മൾ ക്യൂറിയസ് ആയിരുന്ന ഇലക്ഷൻ കേട്ടോ, ഏത് വാർഡിൽ UDF കയറി, ഏത് വാർഡിൽ LDF കയറി അല്ലേ? ഇതുപോലെ തന്നെ ഓരോ സൺഡേയും ആരാധന കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ വാർഡിനെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നം കാണിച്ചു തരാൻ കൊതിയുണ്ട്. ഹല്ലേലൂയ പറയാമോ? നിങ്ങളുടെ പഞ്ചായത്തിനെ കുറിച്ച് കർത്താവിനൊരു സ്വപ്നം കാണിച്ചു തരാൻ. പക്ഷേ കർത്താവിനൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് നമ്മുടെ സ്വപ്നം എന്ത് ചെയ്യുന്നില്ല. എന്താ നമുക്ക് നമ്മുടെ സ്വപ്നം? നമ്മുടെ പ്രാർത്ഥന, കർത്താവേ എൻ്റെ സ്വപ്നം ഒന്ന് സാക്ഷാത്കരിക്കണമേ, എൻ്റെ സ്വപ്നം ഒന്ന് സാക്ഷാത്കരിക്കണമേ. ഇതാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ഭൂമിയിൽ എന്ത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലും അത് ഭൂമി കൊണ്ട് തീരും. സഭ മൂലമുള്ള കാലഘട്ടത്തിന്റെ ദൈവ പദ്ധതി നിങ്ങളുടെ സ്വപ്നമാകുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം, പ്രൈസ് ദി ലോർഡ്, നിങ്ങളറിയാത്ത നന്മകൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ അറിയാത്ത അവകാശങ്ങൾ നിങ്ങൾ പ്രാപിക്കും. നിങ്ങൾ അറിയാത്ത വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരും. ഞാൻ ഇന്ന് പകൽക്കാലം ദൈവം അയച്ച ദൈവ ശബ്ദമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കണ്ണിലേക്ക് വരാമോ? കർത്താവിന്റെ ദാസനോ ഇവിടെ ആയിരിക്കുന്ന എൽഡേഴ്സോ സഭയുടെ നെടുന്തൂണായി നിൽക്കുന്നവർ മാത്രം കണ്ടാ പോരാ. കർത്താവ് സഭയോട് പറയുന്നു, കർത്താവ് കാണിക്കുക യിരെമ്യാവിനോട്. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ട് കർത്താവിനറിയാം എന്താ കാണിക്കുന്നതെന്ന് അല്ലേ? കർത്താവിന് അറിയാം, എനിക്കറിയാം ഇത് ചുമന്ന കണ്ണാടിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കർത്താവിന് പറയണം, കണ്ടത് ശരി തന്നെ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് സഭയോട് പറയുന്നു, ഈ സഭ മൂലം ട്രിവാൻഡ്രത്തോട് ദൈവത്തിന് ഒരു വലിയ സ്വപ്നമുണ്ട്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യയിൽ ഒരു വലിയ പ്രമുഖ, ഇന്നത്തെ ഒരു ഭയങ്കര ഫേമസ് ആയ ഒരു കമ്പനിയുടെ ഒരു റിട്ടയർഡായ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടു. റിട്ടയർഡ് അല്ല, റിട്ടയർമെൻറ്റിന് മുമ്പേ പുള്ളി ആ കമ്പനിയിൽ നിന്ന് സാക്ക് ചെയ്യപ്പെട്ടു. പുള്ളി ഒത്തിരി ഡിപ്രഷനിലോട്ട് പോയി. ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് ചെന്നപ്പം പുള്ളി പറയുകയാണ്, നിങ്ങൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും ഇതെല്ലാം കാണുന്നില്ലേ, ഇതൊക്കെ ഞാൻ കണ്ട സ്വപ്നമാകട്ടോ, എൻ്റെ സ്വപ്നമാണ് ഇന്ന് ഈ കമ്പനി ഇന്ത്യയിൽ ഇത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. പക്ഷേ പാസ്റ്ററെ, ഒരു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വപ്നത്തിന് എന്തില്ലാതായി? ഒരു പുതിയ തലമുറ വന്നപ്പോൾ എൻ്റെ സ്വപ്നത്തിനൊരു വിലയില്ലാതെയായി. എന്നെ അവരങ്ങ് പുറത്താക്കി. 6 വർഷമായിട്ട് പുള്ളി മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല.
പുള്ളിയുടെ പ്രശ്നം എൻ്റെ ഹാർട്ടും എൻ്റെ പെയിനും എൻ്റെ എഫേർട്ടും എൻ്റെ ഫാമിലി ടൈം എല്ലാം എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി കൊടുത്തിട്ട് എൻ്റെ സ്വപ്നത്തിൽ, എൻ്റെ ജീവിത സ്വപ്നത്തിൽ എൻ്റെ കമ്പനിയുടെ ഭാവി എന്ന് ഞാൻ കണ്ടിരുന്നു. കമ്പനി അവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പനി എന്ത് ചെയ്തു? ഞാൻ ഇന്ന് പകൽക്കാലം ഇതിവിടെ ഞാൻ വെറുതെ പറയല്ല, ഇവിടെ അങ്ങനെയുള്ളൊരു 2 പേരെങ്കിലും മിനിമം ഇവിടെ ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ തലമുറയെക്കുറിച്ചൊരു സ്വപ്നം കണ്ടു, നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥാനത്തെക്കുറിച്ചൊരു സ്വപ്നം കണ്ടു. പക്ഷേ അതെല്ലാം ദൈവം സാധൂകരിച്ചു, ആമേൻ, ആക്കി തന്നു. പക്ഷെ ഇന്ന് കർത്താവ് ചോദിക്കുന്നു, അതെല്ലാം ഞാൻ സാധിപ്പിച്ചെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജോയൽ പ്രവചനത്തിൽ കൂടെ പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും പറഞ്ഞേ എൻ്റെ ആത്മാവിനെ, അടുത്ത് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, അടുത്ത് നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ, നീ അടുത്തത് നിങ്ങളുടെ വൃദ്ധന്മാർ. ഇന്നു പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി സഭയോട് ഞാൻ പറയുന്നു, ആമേൻ, ഇവിടെ 60+ അല്ലെങ്കിൽ 70+ ആയ വൃദ്ധന്മാരുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ട്രിവാൻഡ്രത്തിന്റെ ഭാവിയുണ്ട്. ആമേൻ, 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 പ്രൈസ് ദി ലോർഡ്. നെടുമങ്ങാട് തൊട്ട് ഇങ്ങോട്ട്, വെമ്പായം തൊട്ട് ഇങ്ങോട്ട്, ആറ്റിങ്ങൽ തൊട്ട് ഇങ്ങോട്ട്, ആമേൻ, നിങ്ങളൊന്ന് സ്വപ്നം കാണാൻ കർത്താവ് പറയുക. ആമേൻ, നിങ്ങൾ നിങ്ങളുടെ തലമുറകളുടെ ആമേൻ സെറ്റിൽമെന്റുകൾ നോക്കി നിൽക്കരുത്, തലമുറകൾ തരുന്ന സേഫ്റ്റി നോക്കി നിൽക്കരുത്. അബ്രഹാം പിതാവ് മരിക്കുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആമേൻ, അബ്രഹാം എങ്ങനെയാണ്? കാലസമ്പൂർണനായി നന്ന വാർദ്ധക്യത്തിൽ, ആമേൻ, മക്കളെ വിളിച്ചിട്ട് ദാനങ്ങളെയും കൊടുത്ത് കൈമാറേണ്ടത് കൈമാറിയിട്ട് പോയി. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോട് ഞാൻ ദൈവനാമത്തിൽ പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആമേൻ, ആമേൻ, തലമുറകളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന സ്വപ്നങ്ങളിൽ നിന്ന് ഒന്ന് താഴെ വെക്കാമെങ്കിൽ പരിശുദ്ധാത്മാവിൽ, ആമേൻ, ആമേൻ, പരിശുദ്ധാത്മാവിനൊരു കൊതിയുണ്ട്. നിങ്ങളുടെ സ്വപ്നത്തിനകത്ത് ആമേൻ ദൈവസഭ മൂലമുള്ള ഒരു വലിയ ഉണർവിനെ, ഒരു വലിയ ദൈവിക ഭാവിയെ ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരുടെ ഉള്ളിലേക്ക് ആമേൻ പരിശുദ്ധാത്മാവ് തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചുമ്മാ പറയുകയല്ല, ആമേൻ, കർത്താവിലിരിക്കുന്ന പിതാക്കന്മാരെ ആവശ്യമുണ്ട്. ആത്മാവിൽ അല്പസമയം ഒന്ന് കരങ്ങളടിച്ചൊന്ന് അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്റ്റ് ആണ്. പിശാച് നിന്നെ നോക്കി വാദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, you are not expired, you are not expired, you are going to be, ആമേൻ, 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 നീ ഒരു ആമേൻ കരുത്തുള്ള, നീ ഒരു കഴിവുള്ള, നീ കൃപയുള്ള ഒരു വൃദ്ധനായി ദൈവസഭയുടെ ആത്മീയ പിതാവായി ദൈവം ചിലതിനെ അനോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റൂല ശഖറാമാനാദാന അൽഖാനാബാദാന. നിങ്ങളെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്റ്റ് അല്ല കേട്ടോ അച്ഛാ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ആമേൻ പിശാച് ചിലരോട് പറയാ, സംഭാഷണേ, ഞാൻ മക്കൾക്കും വേണ്ട, കൊച്ചുമക്കൾക്കും വേണ്ട, ആമേൻ, നാട്ടുകാർക്കും വേണ്ട. ഇനി ചില അപ്പച്ചന്മാർ പറയുക, തെറ്റിയിരിക്കില്ല, മക്കളെ അടക്കുകയാണ് ഇവിടെ അടക്കണേ. അടക്കുന്ന സമയത്ത് മക്കൾക്ക് നന്നായിട്ട് അടക്കാൻ അറിയാം, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചുമ്മാ പറയില്ല, ഇത് ശക്തമായ ദൂതാ ഞാൻ പറയുന്നത്. അമ്മച്ചിമാരെ, ആമേ, കൊച്ചുമക്കൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പേടിക്കില്ലേ? ആമേ, മക്കൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പേടിക്കില്ലേ? മൈൻഡ് ചെയ്യുന്ന കർത്താവുണ്ട് അവിടെ. ഓ പ്രൈസ് ദി ലോർഡ്. ആമേൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്വപ്നമായി വരുവാൻ എൻ്റെ അപ്പൻ ഇരിക്കുക. ആമേൻ, നിന്റെ മക്കളുടെ സ്വപ്നത്തിനകത്ത് നീ ഇല്ലെങ്കിൽ, നിന്റെ കൊച്ചുമക്കളുടെ സ്വപ്നത്തിനകത്ത് നീ ഇല്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന നിന്നോട് ഞാൻ പറയട്ടെ, സ്വർഗം പറയുക, നിന്റെ സ്വപ്നത്തിനകത്ത് അവനൊന്ന് കയറുവാൻ അവൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ആമേൻ, ഈ വാചനം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നം കാണുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എല്ലാം ഞാൻ 100-ൽ 10 പേരെ മീറ്റ് ചെയ്താൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ, മാസ്റ്ററെ മക്കൾക്ക് വേണ്ടി ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടു മാസ്റ്ററെ, ഇപ്പം ഞാൻ ഫുട്ബോളാണ്, പ്രസവം എടുക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ട അവസ്ഥയിൽ. ഞാൻ ബോംബെയിൽ എപ്പോഴും ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ് ദർശനം കണ്ടു, ഫുട്ബോൾ ഇട്ടിങ്ങനെ ചവിട്ടുന്നു. ഞാൻ ചോദിച്ചു, ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് കർത്താവ് ദൂത് പറഞ്ഞു, നീ ഫുട്ബോൾ പോലെ ചവിട്ടാനുള്ള പിശാചിൻ്റെ വെസലല്ല. ഇത് പറയുമ്പോൾ അപ്പച്ചനും അമ്മച്ചും ഭയങ്കര കരച്ചിലാണ് മാസ്റ്ററെ. എന്താ അത്? ഒരിക്കലൊരു മോൻ ഒരു രാജ്യത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ഡാഡി മമ്മി ഇങ്ങ് പോകുന്നേക്ക്, ഇനി ഇന്ത്യയിൽ നിൽക്കണ്ട.
ഈ പാവപ്പെട്ട അപ്പച്ചനും അമ്മച്ചും കൂടെ എന്നേക്കുമായിട്ട് പോകാന്നുള്ള ആമേൻ പടുതിയിൽ വലിയ മീറ്റിംഗൊക്കെ വെച്ച് ഡിന്നറും കൊടുത്ത് അവർ വലിയ ഫലമൊക്കെ കൊടുത്ത് ഇവരങ്ങ് വിട്ടു. അവിടെ ചെന്നപ്പോൾ എയർപോർട്ടിൽ ചെന്നപ്പോഴേ ആമേൻ മോളും ഇല്ല, ആരില്ല, മോൻ മാത്രമേ ഉള്ളൂ. അപ്പം ചോദിച്ചു മോൾ എന്ത് പറ്റി? ഞങ്ങളൊരു സർപ്രൈസ് വെച്ചിരിക്കുക. അവിടെ ചെന്നപ്പോൾ മോള് ഗർഭിണിയാണ്. അപ്പോൾ വിളിച്ചത് എന്തിനായിരുന്നു? അപ്പോൾ കൊച്ചിന് 2 വയസ്സായപ്പോൾ പിന്നെ അപ്പച്ചനും അമ്മച്ചിക്ക് എന്തായി? അധികപ്പറ്റായി. ഞാനിത് കഥയല്ല, ഇവിടേക്കും ചിലരുടെ ദൂത പൈസലോ. അവസാനം എന്തായി? കൊച്ചു തൊട്ടതിന് പിടിച്ചിന് വഴക്കായി. അപ്പച്ചനും അമ്മച്ചിക്ക് എന്താകുന്നില്ല. അവസാനം ഈ പെയിൻ നേരെ മിഡിൽ ഈസ്റ്റിലുള്ള മോനെ വിളിച്ചു. അപ്പം അവൻ്റെ ഈഗോ അടിച്ചു. ഇപ്പോഴത്തെ ഭാഷ ഈഗോ അടിച്ചപ്പോൾ ഡാഡി ഇങ്ങി പോകുന്നേക്കെ. ചുരുക്കം പറഞ്ഞാൽ ആമേൻ ഓസ്ട്രേലിയ, ആമേൻ കാനഡ നേരെ അടുത്ത ചവിട്ട് നേരെ ദോഹയിൽ നിന്ന് അടുത്ത ചവിട്ട് നേരെ ഓസ്ട്രേലിയ, സിംഗപ്പൂർ വഴി തിരിച്ച് ബോംബെയിൽ എത്തിയപ്പോഴാണ് ഞാനും എത്തിയത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു കർത്താവ് എന്തിനാ ഇത് അനുവദിച്ചേ? അതെ, എൻ്റെ സുവിശേഷാത്മാവ് ഞാൻ അവൻ്റെ മേൽ പകർന്നിട്ടുണ്ടായിരുന്നു. അവൻ മക്കളുടെ അവൻ നന്മ പറ്റി നിൽക്കാൻ അവനല്ല, എൻ്റെ കൃപയിൽ ജീവിക്കേണ്ടവനാ. ഇന്ന് പകൽക്കാലം എന്നെ ഇവിടെ അയച്ചിട്ട് നിങ്ങളോട് ഈ ദൂത് പറയുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോട് ദൈവാത്മാവിൽ ആലോചന പറയട്ടെ. ഈ സഭ മൂലമുള്ള ദൈവ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണോ? ഈ പട്ടണത്തെ പിടിച്ചു കുലുക്കുന്ന ദൈവപ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അനേക യുവാക്കന്മാരെ അവൻ വിറപ്പിക്കുന്ന നിലവാരത്തിൽ പിതാക്കന്മാരെ വേണം. കാലേബ് എന്നൊരു അപ്പച്ചനുണ്ട്. കാലേബ് എന്ന അപ്പച്ചൻ വലിയ റോളൊന്നും പറയുന്നില്ല. വലിയ റോളൊന്നും യോശുവയെ കുറിച്ച് ഭയങ്കര ബൈബിൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോശുവ ഒരു നല്ല വചനം പറഞ്ഞു. ഞാനും എൻ്റെ കുടുംബമോ, സത്യം തെറ്റിയിരിക്കുന്നത് വചനമൊക്കെ നല്ലതാണ്. അതാണ് അവനെ പുള്ളിയെ തകർത്ത് കളഞ്ഞേ. എന്താ? ഞാനും എൻ്റെ കുടുംബമോ, ഈ കുടുംബം, എനിക്ക് ആ വൈഫ് 5 പിള്ളേരുണ്ട്, തെറ്റിദ്ധരിക്കല്ല. എനിക്ക് ഒരു കുടുംബമാണ്. എനിക്ക് കുടുംബം വിഗ്രഹമല്ല. സോറി, ഞാൻ ഈ പറയുന്നതുകൊണ്ട് വിഷമം തോന്നല്ല. കുടുംബവും സഭയും ഒരു കണ്ണിൽ കൂടെ കാണണം. ഹല്ലേലൂയ. കർത്താവ് 2 കാലും 2 കണ്ണും 2 കൈയും തന്നിട്ടില്ലേ? നിന്റെ ജീവിതത്തിൻ്റെ ഭാവികളെ സഭയുടെ ഭാവി മൂലം ഒന്ന് കാണാൻ തയ്യാറാണോ? നിന്റെ തലമുറകൾ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ളതാ. ആമേൻ. അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാ. ആമേൻ. എൻ്റെ സമയം സഭയ്ക്ക്, ആമേൻ. എൻ്റെ സാമ്പത്തികം സഭയ്ക്ക് വേണ്ടിയിട്ടുള്ളതാ. ആമേൻ. ഇത് കാണാൻ തുടങ്ങുമ്പോഴാണ് റിയൽ ബ്ലെസ്സിങ് വരുന്നത്. ആമേൻ. യോശുവ പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും. ഇതിപ്പോ ഒരു സെൽഫ് സെൻറ്റേർഡ് ഫാമിലി സിസ്റ്റം ആയി പോയി. തെറ്റിദ്ധരിക്കുക ഞാൻ ഈ പറയുന്നത് കൊണ്ട്. അതുകൊണ്ട് ദൈവസഭയിൽ ഒരു നിലനിൽക്കുന്ന ഉണർവ് വെളിപ്പെടുന്നില്ല. ഏത് വീട് സഭയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ടോ ആ വീട് മൂലമാണ് ഉണർവ് ദൈവം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങൾ ഈ എൻഡ് ടൈമിന്റെ കൾച്ചർ വരരുത്. ആമേൻ. സ്വസ്നേഹം പോലെ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും, അതിനപ്പുറം വേറെ ആരുമില്ല. സോറി, നിങ്ങളുടെ വീടുകൾ ഉണർവിന് വേണ്ടി തുറക്കപ്പെടട്ടെ. ആമേൻ. അത് ആമേൻ നിയോഗത്താൽ തുറക്കപ്പെടട്ടെ, വിവേകത്താൽ തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെ അവസ്ഥകൾ തുറക്കപ്പെട്ടാൽ നിങ്ങൾ ഉണർവിന്റെ ഭാഗമാകും. ഞാനും എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ യോശുവയുടെ ഒരു കൊച്ചുമക്കളുടെ പേരും ബൈബിളിൽ വന്നോ? നോ, സോറി, വന്നിട്ടില്ല. പക്ഷെ കാലേബ് അങ്ങനല്ല. ഏജ്ഡായ മനുഷ്യൻ്റെ അടുത്തോട്ട് വന്നിട്ട് വയസ്സായ അപ്പച്ചന്മാർ സൊറ പറയുന്ന പോലെ യോശുവ വന്നത്. ആമേൻ. അപ്പം ഈ വയസ്സായ സമയത്ത് സൊറ കേൾക്കാൻ അല്ലയോ കാലേബ് നിൽക്കുന്നത്. കാലേബ് പറയുന്നൊരു കാര്യമുണ്ട്. പണ്ട് നമ്മൾ എങ്ങായിരുന്ന സമയത്ത് എന്നെ സാക്ഷി നിർത്തി മോശ തന്നൊരു വാഗ്ദത്തം ഉണ്ട്. എനിക്കത് തിരിച്ചു പിടിക്കണം, നീ അത് അനുവദിക്കണം. എനിക്ക് ടൈമില്ല, ഞാൻ പ്രാർത്ഥിച്ചുവിടെ നിർത്തട്ടെ. കിര്യത്ത് സെഫർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തൻ്റെ മുന്നിലുള്ള ആമേൻ ചില മലകളെ വെട്ടിപ്പിടിക്കുവാൻ ഈ വയസ്സനായ കാലേബ് തയ്യാറായി. പഴയ നിയമത്തിൽ മലകൾ വെട്ടിപ്പിടിക്കണമെങ്കിൽ ഈ ദേശത്ത് ഗോസ്പൽ റീച്ച് ചെയ്യാത്ത ദേശങ്ങളിൽ നിങ്ങളുടെ കാലൊന്ന് പതിക്കണം, പ്രൊഫറ്റിക്കലി പതിക്കണം. ആമേൻ. ബേർഡനിൽ പതിക്കണം. അതൊരു യുദ്ധമാണ്. ആമേൻ. നിങ്ങളുടെ ഈവനിങ് വാക്കുകൾ, പിതാക്കന്മാരോടും മാതാക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഈവനിങ് വാക്കുകൾ, നിങ്ങളുടെ വിയർപ്പൊലിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിന്റെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നിങ്ങൾ ബോധേഡാണല്ലോ. ദൈവം പറയും, ഗോ ഹെഡ്, ടേക്ക് കാർ, ഗോ ടു കോവളം, വാക്ക് ഓൺ ഡേ. കർത്താവേ, ഈ കോവളം ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കകത്ത് വരേണ്ട ആത്മാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ വരട്ടെ. കർത്താവേ, ആമേൻ. നിങ്ങൾ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ദേശത്തിന്റെ ദർശനവുമായിട്ട് വരേണ്ടവരുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരണമേ. കർത്താവേ, ഈ ദേശത്ത് സുവിശേഷകന്മാർ വരട്ടെ. ഇതാണ് പുതിയ നിയമ യുദ്ധം.
അമേൻ. നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് അമേൻ 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 നാരകത്തിനും വെള്ളം ഒഴിച്ച് അമേൻ റോസനും വെള്ളം ഒഴിച്ച് ഈ സൊറ പറയല്ലേ അപ്പച്ചന്മാരും അമ്മച്ചിമാരെ, അമേൻ ഇറങ്ങി തിരിക്ക്, അമേൻ ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ശബ്ദമെടുത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അമേൻ. ഇറങ്ങി തിരിച്ചു. അമേൻ. കാലേബ് യുദ്ധം ചെയ്തു. വയസ്സൻ എന്ത് ചെയ്തു? ഞാനൊരു കാര്യം പറയാം. ഈ കാലേബിന്റെ ഈ കഥ വായിക്കാൻ നമുക്ക് നല്ല രസമല്ലേ, അല്ലേ? മേളിൽ ചെല്ലുമ്പോൾ ഒരു സ്മരണയുടെ പുസ്തകമുണ്ട്. അപ്പച്ചൻ്റെ പേരെന്താ? അപ്പം അച്ഛൻ്റെ പേരെന്താ? അവിടെ തോമസിന്റെ ഒരു പുസ്തകം കാണും. അയ്യോ ഇല്ലേ, സ്മരണയുടെ പുസ്തകത്തിലൊരു പേജ് കാണത്തില്ലേ? ഇല്ലേ? എനിക്ക് ദൈവം ഒരു 2 വെളിപ്പാട് തന്നു. തെറ്റിയിരിക്കരുത്, ചിലപ്പം തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം. മേളിലൊരു ആർട്ട് ഗാലറി ഉണ്ട്. എന്തുണ്ട്? അവിടെ ഒരു ലൈബ്രറിയും ഉണ്ട്. റോണീസ് ലൈബ്രറി ആൻഡ് റോണീസ് ഗാലറി. ഞാൻ ഈ ഭൂമിയിൽ ജഡത്തിലിരുന്നപ്പോൾ ആത്മാവ് സംബന്ധിച്ച് ചെയ്ത കാര്യങ്ങൾ അവിടെ ദൂതന്മാർ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. റോണി തിരുവനന്തപുരത്ത് വായി നോക്കി നടന്നപ്പോൾ, ഇനി റോണി തിരുവനന്തപുരത്ത് ആത്മഭാരത്തിൽ നടന്നപ്പോൾ, ആമേ ഞാൻ ചുമ്മാ പറയല്ല. പ്രൈസ് ദി ലോർഡ്. ഇനി റോണി ട്രിവാൻഡ്രത്ത് ആമേ കിഴക്കേ കൂട്ടക്കോട്ട് നടന്ന സമയത്ത് അവൻ പ്രാർത്ഥിച്ച വരികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യത തീരത്ത് നിന്ന് അമേൻ അമേൻ അവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അമേൻ. നീ ഇവിടെ ആത്മാവിൽ പൊരുതുന്നവനാണെങ്കിൽ അവിടെ ചിലത് കാണാൻ പറ്റും. നിന്റെ പോരിന്റെ ആയുധങ്ങൾ ജഡങ്ങളല്ലല്ലോ, പ്രാർത്ഥനയല്ലേ? ഈ തിരുവനന്തപുരം പട്ടണത്തോട് ഇവിടെ ഇരിക്കുന്ന വാർദ്ധക്യ പ്രായമുള്ള 60 കഴിഞ്ഞ പിതാക്കന്മാരോട് മാതാക്കന്മാരോട് പറയുന്നു, നിങ്ങളുടെ സ്വപ്നത്തിനകത്ത് ട്രിവാൻഡ്രത്തിന്റെ ഭാവിയുണ്ട്. അത് പറയാൻ മാത്രമാ എന്റെ കർത്താവിനോട് അയച്ചിരിക്കുന്നത്. അതെ, നിങ്ങൾ തിരുവനന്തപുരം സിറ്റിക്കാരാണോ? ഈ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഓരോ പഞ്ചായത്ത് വാർഡിന്റെയും ആത്മീയ ഭാവിയെ മാറ്റിമറിക്കുന്ന കാലേബുമാര് ഈ സഭയിൽ നിന്ന് പുറത്തു വരട്ടെ. ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? അപ്പം യുവാക്കന്മാർ പറയും, ഈ പാസ് ഉള്ള അപ്പച്ചന്മാർക്ക് വേണ്ടിയുള്ള ദൂതാ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. നിങ്ങൾ ഈ ചുമ്മാ ഇൻസ്റ്റഗ്രാമെല്ലാം കണ്ട് സമയം കളയല്ല. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങളെ വാർദ്ധക്യത്തിൽ ഉള്ളവർ സ്വപ്നം കണ്ടു തുടങ്ങിയാൽ യുവാക്കന്മാർ തന്നെ എന്ത് ചെയ്യും? They will have a vision for the life. Amen. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന യുവാക്കന്മാരുടെ അകത്താണ് ഈ ദേശത്ത് ഇന്ന് ആ പ്രിയ മോൻ വന്ന് ഇവിടെ നിന്നപ്പോൾ തന്നെ എൻ്റെ കരം നീട്ടി ഞാൻ വേണ്ടി സ്തോത്രം ചെയ്തു. ആ കൊണ്ടുവന്ന മകനായി സ്തോത്രം. ഇതുപോലെ കെട്ടപ്പുണ്ട്. അമേൻ അമേൻ. കിൻഡൽ കണക്കിന്. അമേൻ. നിങ്ങൾ പിതാക്കന്മാർ സ്വപ്നം കണ്ടു തുടങ്ങിയേ ഇവിടെ യുവാക്കന്മാർ ദർശനം കണ്ടു തുടങ്ങും. അമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മോനെ മാറ്റണേ, എൻ്റെ മോനെ മാറ്റണേ. അമേൻ. ഞങ്ങളുടെ അടുത്തൊരു സംഭവം പറഞ്ഞുതരാം. എന്നോടൊരാൾ പറഞ്ഞു, മോനെ റോണി എന്നോട് പണ്ട് വെള്ളം ഒടിച്ച് നടന്ന ആളാ, എടാ നീ പെന്തിക്കോസിൽ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറഞ്ഞു. എങ്ങനെ? നീ പെന്തിക്കോസിലെങ്കിലും കൊണ്ട് എൻ്റെ കൂടെ കുറച്ചാൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ പുള്ളിക്കാരൻ സുവിശേഷ വേല ചെയ്യണം. ഉടനെ അമ്മച്ചി വിളിച്ചു, ഇത്ര കടുകട്ടി പണിക്ക് നീ ഒപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന്. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ മക്കള് ആത്മീയരാകണം. ആത്മീയര് ആകണം. കൊടുത്ത വീതത്തിന്റെ 2 സെന്റ് വിറ്റ് ആമേ ദൈവവേല ചെയ്താൽ അതൊന്നും പറ്റത്തില്ല. അതൊന്നും സ്വതന്ത്രം ചെയ്താട്ടെ. അതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ തണുത്തുപോയി. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ദൈവാലോചനയാണ്. ആമേ. ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് പറയുന്നു, ഞാനിത് പ്രിപ്പയർ ചെയ്ത് വന്നതല്ല. ദെർ ഈസ് എ കാലേബ് ഹിയർ. പിതാക്കന്മാരെ, നിങ്ങൾ കാലേബുമാരാ. നിങ്ങളോട് പറയണം. നിങ്ങളോട് എന്ത് ചെയ്യണം? ഐ എം എ കാലേബ്. ആമേ. കാലേബ് എന്ത് ചെയ്തറിയുമ്പോൾ യുദ്ധം ചെയ്തു. തൻ്റെ അവകാശം പിടിച്ചെന്ന് മാത്രമല്ല, താൻ മരിക്കുന്ന സമയത്ത് മുമ്പേ പറഞ്ഞു, എനിക്കൊരു മോളുണ്ട്, അങ്ങനെ ചുമ്മാ ഒന്നും ഞാൻ കൊടുക്കത്തില്ല. കിരിയത്ത് സെഫറിനെ വെട്ടിപ്പിടിക്കുന്നവരെ ഞാൻ കൊടുക്കത്തുള്ളൂ. പോയി യോത്നിയയിൽ വന്ന് ആ മല വെട്ടിപ്പിടിച്ചു വന്നു. അക്സായും കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി. അടുത്ത 40 വർഷം അവൻ ഇസ്രായേലിന്റെ നേതാവായിട്ട് നിന്നു. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ അടുത്ത 40 years ലീഡേഴ്സ് ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ ഒരു കാര്യം, അവർ പുറത്തു വരണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോട് മാതാക്കന്മാരോട് പറയുന്നു, ആമേ, ഈ സെറ്റിൽമെന്റ് ലൈഫിനകത്ത് നിന്ന് ആമേ എന്നും BP നോക്കി, എന്നും കൊളസ്ട്രോൾ നോക്കി, എന്നും ആമേ ഡിപ്പോസിറ്റിന്റെ മ്യൂച്വൽ ഫണ്ട് അവിടെ ഇട്ട് ശരിയാകത്തില്ല. ചില ആൾക്കാർ, പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നുണ്ടോ? എനിക്കൊരു ഫണ്ടും ഇല്ലേ. അവിടെ ഇട്ടാ കൊള്ളാം, ഇവിടെ ഇട്ടാ കൊള്ളാം. എന്റെ പൊന്നച്ച, മേളിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ട് ഫണ്ട്. ഓത്രം ചെയ്താട്ടെ, അല്ലേ പാസേ? അവിടുത്തെ പോകണ്ട. നിങ്ങൾ ഈ ഓട്ടോക്കാരെ കാണുമ്പോൾ, കർത്താവ് ഓട്ടോക്കാർക്കായി സ്തോത്രം, ഇവർ നിത്യതയെ കാണണം. അവിടെ അടിച്ച് അവിടെ മൈല് കൂടി
സ്വതം ചെയ്തേ. നിങ്ങൾ ഈ പച്ചക്കറി കട കാണുമ്പം പച്ചക്കറി കടയിൽ ചെന്നിട്ട് സ്നേഹത്തോടെ കാര്യമൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ സ്നേഹം പറഞ്ഞിട്ട് അവിടെ ചുമ്മാ 10 രൂപ കുറച്ച് രൂപ 3 രൂപ ഇതൊന്നും ചോദിക്കാൻ നിൽക്കരുത്. ദൈവസ്നേഹത്തിൽ 5 രൂപ കൂടുതൽ കൊടുക്കണം. സ്വതം ചെയ്താട്ടെ. ഈ ചാള മീനിന് വേണ്ടി പാവപ്പെട്ടവൻ വിയർത്തൊലിച്ച് ആ വലിയ തുറയിൽ പോയി മീൻ മേടിച്ചുകൊണ്ട് വരുന്നതിന് അവൻ്റെ മുന്നിൽ 2, 3 ഡിസ്കൗണ്ട്. ചീപ്പ് പണിയാ. സോറി, ആത്മഭാരമുള്ളവൻ ഈ ചീപ്പ് പണിക്ക് എന്ത് ചെയ്യരുത്, നിൽക്കരുത്. ആത്മഭാരമുള്ളവൻ എൻ്റെ 10 രൂപ സ്വോത്രാഴ്ച വീഴട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ആഭിചാരം ചെയ്യാൻ നമുക്കാ. വിശ്വാസത്തിന്റെ വെളിപ്പാട് ചിലതങ്ങ് വിതച്ചു തുടങ്ങിക്കേ, തിരിച്ചു വരും. ഹല്ലേലൂയ പറയാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, there is a Caleb. ആമേൻ. ഒരു കാലേബ് ഇവിടുന്ന് പുറത്തു വരാനുണ്ട്. ഒരു കാലേബ് അല്ല, ഒത്തിരി കാലേബ്മാരുണ്ട്. ആമേൻ. ഒത്തിരി കാലേബ്മാരുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ആലോചന പറയുന്നു. ആ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വെള്ളമുടിയുള്ള അപ്പച്ചൻ, ഇരിക്കുന്ന അപ്പച്ചൻ, നെറ്റി കൈവച്ചിരിക്കുന്ന അപ്പച്ചനോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, പിതാവേ, ആമേൻ, ആമേൻ, പിതാവിന്റെ ജീവിതം ദൈവത്തിന് വിലപ്പെട്ടതാണ്, വിലയുള്ളതാണ്. ഇന്നലകളിൽ പലരെയും വിലയേറിയവരാക്കുവാൻ ആ വ്യക്തിത്വത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ചെങ്കിൽ ഇനിയും ആ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും വിലയുണ്ട്. ആത്മാവിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഒന്ന് കരം പിടിച്ചു അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചോട്ടെ എല്ലാവരും. പരിശുദ്ധ പിതാവ്, ഇന്ന് രാത്രി പകൽക്കാലം ചില കാലേബുമാര് ഈ സമയം പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. കർത്താവേ, ദൈവം വലിയ വലിയ കാര്യങ്ങൾ സമമൂലം കാണിക്കുന്നുണ്ട്. പലർക്കും അത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് മക്കളും വീടും ഗാർഡനും അതുപോലെ കർത്താവ് മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട് കർത്താവേ, ദൈവത്തിൻ്റെ ഹൃദയം അങ്ങ് വേദനിക്കുന്നല്ലോ കർത്താവേ. അങ്ങനെയുള്ളവരോട് നീ ക്ഷമിക്കണേ കർത്താവേ, അങ്ങനെയുള്ളവർ ക്ഷമിക്കണേ കർത്താവേ. കർത്താവേ, നീ ഇറങ്ങി വരണമേ. അപ്പോ ചിലരുടെ ഉള്ളിലേക്ക് ആ സ്വപ്നം ഒന്ന് കാണിക്കണം. അപ്പോ പാളയത്തെ കുറിച്ച് കാണിക്കണമേ, സ്റ്റാച്യുവിനെ കുറിച്ച് കാണിക്കണമേ, PMGയെ കുറിച്ച് കാണിക്കണമേ. ഈ ദേശത്തിന്റെ മുക്കും മൂലകളിലും ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തികൾ ചില പിതാക്കന്മാരും മാതാക്കന്മാർക്കും സ്വപ്നമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.